വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ജൂലൈ മാസത്തെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂർ. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരാണ്. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരും കായികമേള വേദി 2025-26 അധ്യയന വർഷത്തെ കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ്. ഇനി ശാസ്ത്രമേളയുടെ വേദി പാലക്കാടാണ്. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി പാലക്കാടാണ്. ഇനി നമുക്കറിയാം 2024-25 വർഷത്തെ സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരവും ജേതാക്കൾ തൃശ്ശൂരുമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, അടുത്തിടെ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റിയാണ്. അടുത്തിടെ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി. 2004 മുതൽ 2014 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ നമുക്കറിയാം 2024 ഡിസംബർ 26 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ്, 2025 സ്ഥാപിതമായതിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 BSE സ്ഥാപിതമായത്. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രധാന ഓഹരി സൂചിക സെൻസെക്സ് ആണ്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് പൂർണ്ണരൂപം. അപ്പോൾ 2025 സ്ഥാപിതമായതിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ആസ്ഥാനം മുംബൈ ആണ്. സ്ഥാപിതമായത് 1875. BSEയുടെ പ്രധാന ഓഹരി സൂചിക സെൻസെക്സ് ആണ്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് പൂർണ്ണരൂപം. നെക്സ്റ്റ്, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. ഇത് വികസിപ്പിച്ചത് കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജും പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജും ചേർന്നാണ് ഈ AI സംവിധാനം വികസിപ്പിച്ചത്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായി നിലവിൽ വന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. നെക്സ്റ്റ്, ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സുധാൻഷു മിത്തലാണ്. ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സുധാൻഷു മിത്തലാണ്. 2025 പ്രഥമ ഖോ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ തന്നെയാണ് വിജയിയായത്. ഈ വേൾഡ് കപ്പ് നടക്കുമ്പോഴും ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സുധാൻഷു മിത്തൽ തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സുധാൻഷു മിത്തലാണ്. അടുത്തത്, വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമാണ് സീ ഫ്ലഡ്. അപ്പോൾ സീ ഫ്ലഡ് എന്ന് പറയുന്നത് വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമാണ്. വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുമ്പ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോമാണ് സീ ഫ്ലഡ്. ജൽശക്തി മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നിലവിലെ ജൽശക്തി മന്ത്രി CR പാട്ടീലാണ്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ശുഭ്മാൻ ഗില്ലാണ്. 269 റൺസാണ് അദ്ദേഹം നേടിയത്. ഇംഗ്ലണ്ടിനെതിരെ നേടി. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ ബാറ്റർ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടവും ശുഭ്മാൻ ഗില്ല് സ്വന്തമാക്കി. ഇനി ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ലാണ്. അപ്പോൾ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ശുഭ്മാൻ ഗില്ലാണ്. അടുത്തത്, 2025 ഡിസംബർ ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആകാൻ ഒരുങ്ങുന്ന വിനോദസഞ്ചാര കേന്ദ്രം മൂന്നാറാണ്. 2025 ഡിസംബർ ആകുമ്പോഴേക്കും അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം ഡെസ്റ്റിനേഷൻ ആകാൻ ഒരുങ്ങുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഇടുക്കിയിലെ മൂന്നാറാണ്. അടുത്തത്, നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റാകാൻ പരിശീലനം നേടിയ ആദ്യ വനിത ആസ്ത പുനിയയാണ്. ഈ നേട്ടം കൈവരിച്ച ആദ്യ വനിതയാണ് ആസ്ത പുനിയ. ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. അപ്പോൾ നാവികസേനയിൽ യുദ്ധവിമാന പൈലറ്റാകാൻ പരിശീലനം നേടിയ ആദ്യ വനിതയാണ് ആസ്ത പുനിയ. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഉദ്ഘാടനം നടന്നത് 2025 ജൂലൈ 15. അപ്പോൾ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് ആവശ്യമുള്ള രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ച് പിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്.
അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. അതിൻ്റെ പേര് ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയ എന്നാണ്. ഇതിന് തറക്കല്ലിട്ടത് ആഭ്യന്തര സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അമിത് ഷായാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. അതിൻ്റെ പേര് ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയം എന്നാണ്. നെക്സ്റ്റ്, 2025 ICCയുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായത് സഞ്ജോങ് ഗുപ്തയാണ്. 2025 ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായത് സഞ്ജോങ് ഗുപ്തയാണ്. ഇദ്ദേഹം ഇന്ത്യക്കാരനാണ്. ICCയുടെ CEO ആകുന്ന 7ാമത്തെ വ്യക്തിയാണ് സഞ്ജോങ് ഗുപ്ത. അപ്പോൾ ICCയുടെ ചെയർമാൻ ആകുന്ന 7ാമത്തെ വ്യക്തിയാണ് സഞ്ജോങ് ഗുപ്ത, ഇന്ത്യക്കാരനാണ്. ഇനി നിലവിൽ ICC ചെയർമാന് ഇന്ത്യക്കാരനായ ജയ്ഷായാണെന്ന് കൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി. അടുത്തിടെ സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതിയാണ്. അടുത്തത്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പദുക്കോണാണ്. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പദുക്കോണാണ്. നെക്സ്റ്റ്, അടുത്തിടെ ദ അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ഇലോൺ മസ്ക് ആണ്. അടുത്തിടെ ദ അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ഇലോൺ മസ്ക് ആണ്. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ട്രംപ് പ്രതിനിധീകരിക്കുന്ന പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണെന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തത്, സ്കൂൾ പരിസരങ്ങളിലെ അക്രമങ്ങൾ, അനധികൃത വാഹന ഉപയോഗം, ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി മലപ്പുറം ജില്ലാ പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല്ല്. സ്കൂൾ പരിസരങ്ങളിലെ അക്രമങ്ങൾ, അനധികൃത വാഹന ഉപയോഗം, ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി മലപ്പുറം ജില്ലാ പോലീസ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ ലാസ്റ്റ് ബെല്ല്. മലപ്പുറം ജില്ലാ പോലീസ് ആണെന്ന് ഓർക്കുക. എന്തിനു വേണ്ടിയാണെന്നുകൂടി ഓർത്തു വെക്കുക. സ്കൂൾ പരിസരങ്ങളിലെ അക്രമങ്ങൾ, അനധികൃത വാഹന ഉപയോഗം, ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിന് വേണ്ടി. അടുത്ത് നമ്മൾ നോക്കുന്നത് 2025 കേരള ക്രിക്കറ്റ് ലീഗ് താരലേലമാണ്. കേരള ക്രിക്കറ്റ് ലീഗ് താരലേലം 2025 ഏറ്റവും വില കൂടിയ താരം സഞ്ജു സാംസൺ ആണ്. ഏറ്റവും വില കൂടിയ താരം സഞ്ജു സാംസൺ ആണ്. 26.8 ലക്ഷത്തിനാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയ ടീം. ഇനി ഈ ലേലം നടത്തിയത് ചാരു ശർമ്മയാണ്. ഈ താരലേലത്തിൽ 10 ലക്ഷത്തിൽ കൂടുതൽ രൂപയ്ക്ക് വിറ്റുപോയ 3 പേരാണുള്ളത്. ഒന്നാമത്തേത് സഞ്ജു സാംസൺ, രണ്ടാമത്തേത് വിഷ്ണു വിനോദ് 12.8 ലക്ഷത്തിന് ഏരീസ് കൊല്ലം സെയിലേഴ്സാണ് സ്വന്തമാക്കിയത്. മൂന്നാമത് ജലജ് സക്സേനയാണ് 12.4 ലക്ഷത്തിന് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കി. അപ്പോൾ ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയായിരുന്നു ലേലത്തിൽ ചെലവാക്കാൻ സാധിച്ചിരുന്നത്. ഏറ്റവും വില കൂടിയ താരം സഞ്ജു സാംസൺ ആണ്. 26.8 ലക്ഷത്തിന് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമാണ്. അടുത്ത പോയിന്റ്, 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. ഇനി ഇന്ത്യ വേദിയാകുന്നത് 4ാം തവണയാണ്. ആദ്യം 2012, പിന്നെ 2016, 2021, ഇനി 2026 ഇന്ത്യ വേദിയാവുന്നുണ്ട്. അപ്പോൾ 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. നമുക്കറിയാം 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു. അടുത്ത പോയിന്റ്, ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ കുടുംബങ്ങളിലാണ് പെൺമക്കൾക്ക് അവരുടെ പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, ക്ഷയരോഗ മരണ പ്രവചന മാതൃക നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ക്ഷയരോഗ മരണ പ്രവചന മാതൃക നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. അടുത്ത പോയിന്റ്, 2025 ജൂലൈയിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങൾ കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ്. 2025 ജൂലൈയിൽ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങൾ കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ്. 2016 ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രവർത്തന സജ്ജമായത്. ഇതിൻ്റെ ആസ്ഥാനം ഷാൻഹായ് ആണ്. ഇപ്പോൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ അംഗസംഖ്യ 11 ആവുകയാണ്. അപ്പോൾ 2025 ജൂലൈയിൽ കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യങ്ങൾ. അടുത്തത്, വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് എനിക്കും വേണം ഖാദി.
അപ്പോൾ എനിക്കും വേണം ഖാദി എന്നുള്ളത് ക്യാമ്പയിനാണ്. ഇതിൻ്റെ ലക്ഷ്യം വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് 100 കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് എനിക്കും വേണം ഖാദി എന്നുള്ളത്. നെക്സ്റ്റ് 21ാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശശി തരൂരാണ്. 21ാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശശി തരൂരാണ്. ശശി തരൂരിൻ്റെ വൈ ഐ ആം ഹിന്ദു അതുപോലെ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്സ് എന്ന പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പുസ്തകം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 21ാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശശി തരൂരാണ്. നെക്സ്റ്റ് 2025 ആപ്പിളിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലയേൽക്കുന്ന ഇന്ത്യൻ വംശജൻ സാബിഹ് ഖാനാണ്. 2025 ആപ്പിളിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലയേൽക്കുന്ന ഇന്ത്യൻ വംശജൻ സാബിഹ് ഖാനാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് 2025 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ചെറുതനച്ചുണ്ടനാണ്. 2025 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ചെറുതനച്ചുണ്ടനാണ്. ഇനി 2ാം സ്ഥാനം നേടിയത് ചമ്പക്കുളം ചുണ്ടനാണ്. 3ാം സ്ഥാനം ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ് നേടിയത്. ഇത് എല്ലാ വർഷവും നടക്കുന്നത് പമ്പയാറിലാണെന്നോടി ഓർത്തു വെക്കുക. 2025 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് ചെറുതനച്ചുണ്ടനാണ്. 2ാം സ്ഥാനം നേടിയത് ചമ്പക്കുളം ചുണ്ടനാണ്. 3ാം സ്ഥാനം ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ്. ഇതെല്ലാ വർഷവും നടക്കുന്നത് പമ്പയാറിലാണ്. അടുത്തത് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ലഭിക്കാൻ സ്ഥിരതാമസം നിർബന്ധമാക്കിയ സംസ്ഥാനം ബീഹാറാണ്. ഈ സംവരണം ലഭിക്കണമെങ്കിൽ ആ സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായിരിക്കണം എന്നുകൂടിയുള്ളത് ഓർത്തു വെക്കുക. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ലഭിക്കാൻ സ്ഥിരതാമസം നിർബന്ധമാക്കിയ സംസ്ഥാനം ബീഹാറാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് 2025 ജൂലൈ മാസത്തെ ഇമ്പോർട്ടൻ്റായ കുറച്ച് പോയിൻറ്റ്സാണ്. ഇത് ജൂലൈ മാസത്തെ 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്